തമിഴ്നാട് വിയ്യപുറം മുണ്ടിയാംപാക്കത്ത് സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. പ്രസവശേഷം കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് സംശയം. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, കൊലപാതകമെന്ന നിഗമനത്തിലാണോ പോലീസിന്റെ നിലവിലെ അന്വേഷണം? സുഹൈൽ, നിലവിൽ കൊലപാതകം എന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ വിഴുപ്പുറം മുണ്ടിയംപാക്കത്തെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രസവ വാർഡിന് സമീപമുള്ള ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അപ്പോൾ അവിടെ ഈ പ്രസവിച്ച ശേഷം ശുചിമുറിയിൽ വെച്ച് പ്രസവിച്ച ശേഷം കുട്ടിയെ കൊലപ്പെടുത്തി അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം കുട്ടിയുടെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിൽ നിന്നും കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല പൊക്കിൾ കൂടിയൊക്കെയും ശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലല്ല വേർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും കുട്ടിയെ ആക്രമിക്കുന്നതിനെയും ഉപദ്രവിക്കുന്നതിനും ശ്രമിച്ചു എന്നുള്ള തെളിവുകളൊക്കെയും ആ ദൃശ്യങ്ങളിലുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കൊലപാതകം നടന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിക്രവണ്ടി പോലീസ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ആശുപത്രിയിലെ പല ഭാഗങ്ങളിലും CCTV ഇല്ല. മറിച്ച് ഈ ആശുപത്രിയിലേക്ക് ആരൊക്കെ കടന്നു വന്നു എന്ന് സമീപത്തുള്ള കടകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് കണ്ടെത്തുന്നത്. എന്തായാലും പ്രസവ വാർഡിന് സമീപത്തേക്ക് ഇത്തരത്തിലൊരു സ്ത്രീ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രിയാണ്. അവിടെ ആർക്കും അങ്ങനെ സംശയമൊന്നും തോന്നിയില്ല എന്നാണ് പ്രാഥമികമായി അവിടെയുള്ളവർ നൽകുന്ന മൊഴി. അതിനുശേഷം ഈ ശുചിമുറി ഉപയോഗിച്ച് അവിടെ വെച്ച് പ്രസവിച്ചു, ശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.